ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആസ് യൂഷ്വൽ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫീസിൽ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഡെയിലി റൂട്ടീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനങ്ങനെ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നടന്നിട്ട് 2 ബസ് കയറിയിട്ടൊക്കെ വേണം നമുക്ക് ഓഫീസിലെത്താനായിട്ട്. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 3 പട്ടിക്കുട്ടികളെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അവന്മാരൊന്ന് ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഫോണും കൊണ്ട് ചെന്നപ്പോൾ അതിൽ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുന്നു. ഞാൻ ആഗ്രഹം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ വേഗം നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയ്ക്കാണ് കേട്ടോ നമ്മുടെ നെയ്ബർ ചേച്ചിയെ കണ്ടു. അപ്പോൾ ചേച്ചി എനിക്കൊരു ലിഫ്റ്റ് തന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ സ്പോട്ടിലെത്താൻ പറ്റി, ഡെസ്റ്റിനേഷനിലെത്താൻ പറ്റി. അപ്പോൾ ഒരു ബസ്സിൻ്റെ സമയം നമ്മൾ ലാഭിച്ചു കേട്ടോ, കാരണം അവരും അവിടേക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ടൈമൊക്കെ ഭയങ്കര പ്രശ്നമാവാറുണ്ട് ബസ്സിൻ്റെ ടൈമിങ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ ഓഫീസിലെത്തി കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ ഡയറിയാണ് കേട്ടോ. ഇതിൽ ഞാൻ എക്സ്ട്രാ പോയിൻറ്റ്സ് കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് റെഫർ ചെയ്യും, എന്നിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. ഇതാണ് എൻ്റെ സിറ്റിംഗ് പ്ലേസ്. ഡയറി ഉണ്ടാവും, 2 പെന്ന്, പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കും, പിന്നെ നമ്മളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അതായത് സീൽ പാഡ്, പിന്നെ സീല്, അതേപോലെ സ്കെയില്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ സിറ്റിംഗ് പ്ലേസിൽ ആണ് മെയിനായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് പ്രിൻ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള FD സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിയ ട്രഷറി സേവിങ്സ് ബാങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഞാനിപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 2 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷറും എല്ലാ കാര്യങ്ങളും കൂടെ വരുമ്പോൾ നമുക്കത് മിസ്സായി പോകും. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ പ്രഷറുമായിട്ട് നിൽക്കുന്നവരാവുമല്ലോ ബാക്കിയുള്ള എംപ്ലോയീസും. അപ്പോൾ അവരുടെ അടുത്ത് വീണ്ടും പോയിട്ട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ തന്നെ ചെറിയ രീതിയിൽ നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് മറച്ച് നോക്കിയാൽ മതി. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഒരു ജേർണലിംഗ് പോലെ, ബുള്ളറ്റ് ജേർണലിംഗ് ആണ് മെയിനായിട്ട് ചെയ്യാറുള്ളത്. പിന്നെ ശ്രദ്ധയിൽ കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ 2 കളറിൽ എഴുതാറുണ്ട്. എൻ്റെ ബാക്കിലുള്ള ഒരു സിറ്റിംഗ് പ്ലേസ് കാണുന്നില്ല, ഒരു ടേബിൾ, അവിടെ കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നമ്മളുടെ JSൻ്റെ സിറ്റിംഗ് പ്ലേസ് ആണ് കേട്ടോ, ജൂനിയർ സൂപ്രണ്ട് അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് പ്ലേസ് ആണ്. ആൻഡ് ഇത് ഞാൻ കുറച്ച് അക്കൗണ്ട്സ് വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പ്രൈവറ്റ് ഏരിയ ഉണ്ട്, ലഞ്ചും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നമ്മൾ കഴിക്കുന്നൊക്കെ ഒരു പ്ലേസ് അവിടെ കൊണ്ടുവച്ചിട്ടാണ് അക്കൗണ്ട്സ് ചെയ്യാറുള്ളത്. അതിനുശേഷം ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ലഞ്ച് ബ്രേക്കിന് പ്രത്യേകിച്ച് സ്പെഷ്യൽസ് ഒന്നുമില്ല, ആസ് യൂഷ്വലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ട് എല്ലാവരും കൂടി ലഞ്ച് കഴിക്കുക. വീണ്ടും നമ്മൾ വർക്കിന് ജോയിൻ ചെയ്തു. അപ്പോൾ വീണ്ടും ഒരുപാട് ചെക്സും പിന്നെ ഈ സർട്ടിഫിക്കറ്റ് FD സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ബിൽസ്, റെസീപ്റ്റ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുന്നതനുസരിച്ചാണ് ചെക്കുകളുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇത് ഒരു ഈവനിങ് ആയപ്പോൾ നമുക്ക് ചായ ഉണ്ടായിരുന്നു കേട്ടോ. ചായക്ക് വേണ്ടിയിട്ട് തന്ന സ്നാക്കായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഏലാഞ്ചി എന്നാണ് പറയുക. ജസ്റ്റ് ഒന്നുമില്ലെന്നേ, നമ്മുടെ ഈ മൈദദോശയിൽ ഈ അവിലും പഴവും ഒക്കെ കൂടെയുള്ള ഫില്ലിങ് നിറച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫില്ലിംഗ് ആയിരുന്നു. വിശപ്പിനൊക്കെ നല്ലൊരു കുറച്ച് നേരത്തേക്ക് നമുക്ക് താങ്ങി നിൽക്കാവുന്ന ഒരു സ്നാക്കായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചെറിയ രീതിയിൽ നമ്മുടെ ദോശയുടെ മിക്സിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു ടേസ്റ്റ് ഒരു പച്ച ചുവ ഫീൽ ചെയ്തു. പക്ഷേ എൻ്റെ വീട്ടിലുണ്ടാക്കുമ്പോൾ ജസ്റ്റ് മൈദദോശ നമ്മൾ സാധാരണ കലക്കി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കില്ലേ, അതിൽ ജസ്റ്റ് തേങ്ങയും പഞ്ചസാരയും ഫില്ലിങ്ങായിട്ട് ആഡ് ചെയ്യാറ്. പക്ഷേ അത് കുറച്ചും കൂടി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയറായിട്ട് ഫീൽ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഇടയ്ക്കുള്ള ഒരു വിശപ്പിനൊക്കെ താങ്ങാവുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അതിനുശേഷം ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബസ് കിട്ടിയപ്പോൾ എനിക്ക് സിംഗിൾ സീറ്റഡ് ആയിട്ടുള്ള ഒരു ബസ്സിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അത് തന്നെ എനിക്ക് സിംഗിൾ സീറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. സാധാരണ ഇതിനൊന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ജസ്റ്റ് വീട്ടിലെത്തുക, റെസ്റ്റ് എടുക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഒരു 4-5 മാക്സി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി നമ്മൾ നേരെ ചെന്നത് വെജിറ്റബിൾ ഷോപ്പിലാണ്. അപ്പോൾ ഞാൻ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് അച്ഛൻ വെജിറ്റബിൾ ഷോപ്പിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പ്ലാനിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത്.
ഇതാണ് നമ്മൾ സാധാരണ വെജിറ്റബിൾസ് വാങ്ങിക്കുന്ന വെജിറ്റബിൾ ഷോപ്പ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെജിറ്റബിൾ ഷോപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയാമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. ഞാൻ അപ്പോൾ തന്നെ അവിടെയുള്ള ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കസ് എന്നാണ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സാധാരണ സാലഡിലൊക്കെ യൂസ് ചെയ്യുന്ന വെജിറ്റബിളാണ് അത്ര. നമ്മളുടെ ഈ ഒരു ക്യാബേജ് പിന്നെ ലെറ്റ്യൂസൊക്കെ അല്ലേ, അതിൻ്റെ ഒരു വർഗ്ഗത്തിൽ പെട്ടതാണെന്നൊക്കെ അറിയാൻ പറ്റി. അങ്ങനെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കസ് വെജിറ്റബിളിനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ അറിയാൻ സാധിച്ചത് അതിൻ്റെ പേര് റൊമെയിൻ ലെറ്റ്യൂസ് എന്നാണ്. അങ്ങനെ പറയും. നമ്മളിപ്പോൾ ഓരോ വെറൈറ്റീസിന് ഓരോ പേരില്ലേ. അപ്പോൾ ഇതൊരു ലെറ്റ്യൂസ് തന്നെയാണ്, പക്ഷേ അത് റൊമെയിൻ ലെറ്റ്യൂസ് ആണെന്നാണ് കാണാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ ഇന്ന് പുതിയൊരു കാര്യം കൂടെ അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ കുറേ ഇമേജസൊക്കെ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ കുറേ അധികം നീക്കി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കസ എന്താണെന്നുള്ളത് നമ്മൾ സാധാരണ സാലഡൊക്കെ കഴിച്ചിട്ടുണ്ട്, ഓരോരോ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ കഴിക്കുമല്ലോ. അപ്പോൾ ഇത് അതാണെന്നുള്ളത് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഏകദേശം ആ വൈറ്റ് കളറിൻ്റെ ഒരു കളർ ചേഞ്ച് ഗ്രീൻ അല്ലേ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ട സംഗതി. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചു എന്ന് മാത്രം. അതിനുശേഷം നമ്മളൊരു ഓട്ടോ പിടിച്ചിട്ട് പോവുകയാണ് ചെയ്തത് വീട്ടിലേക്ക്. അങ്ങനെ ഓട്ടോ പിടിച്ചിട്ട് ഒരു 10-15 മിനിറ്റ്. ഇപ്പോൾ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിടിക്കാനൊക്കെ ഞാനും ഡ്യൂട്ടി കഴിഞ്ഞ് വരികയാണ്. അച്ഛനാണെങ്കിൽ എല്ലതും കൂടെ പിടിക്കേണ്ട വിചാരിച്ചിട്ട് നമ്മൾ ഓട്ടോയിലാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ ഓട്ടോയിൽ പോയി ഓട്ടോ ചേട്ടൻ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കും. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം, എന്നെ കണ്ടത് സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു, ആളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മ ചായ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതും കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അപ്പം മോളെ ഞാൻ എടുക്കാറൊന്നുമില്ല. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രഷ് ആയതിനു ശേഷം മോളെ എടുക്കാൻ നിൽക്കുള്ളൂ. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഭയങ്കര ടയേർഡായതുകൊണ്ട് അമ്മ അടുത്ത് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ ഞങ്ങൾ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ആളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ഓരോ കളികളായിട്ട് ഇരുന്നു, കുറച്ച് സമയം അങ്ങനെ പോയി. അപ്പോൾ അക്ഷയ് ബേബി ഇപ്പോൾ 7 മന്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് പല്ലൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ വായ തുറക്കുമ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഒരു 2 ലൈനൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വൈറ്റിഷ് കളറിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് മെയിൻലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിങ്സ് അല്ലേ, അപ്പോൾ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അതിനുശേഷം ഞാൻ വിചാരിച്ചു മുഖമൊക്കെ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ടുണ്ട്, നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അപ്പോൾ അമ്മ രാവിലെ കറി ഉണ്ടാക്കിയ വെള്ളരിക്കയുടെ ഈ സെൻറ്റർ പാർട്ട് ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തപ്പോൾ അതേ കുറച്ച് കിട്ടി. അപ്പോൾ വീണ്ടും അതിൽ നിന്ന് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഈ സംഗതി ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് മെല്ലാക്കിയുള്ളൂ. എന്നിട്ട് അതിന് ശേഷം നീര് വീണ്ടും അരിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടു കേട്ടോ. കുറച്ചൊരളവിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ആ ഒരു ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി മാത്രം ചെയ്യണത്. അതിലേക്ക് ഞാൻ ഉടച്ചു വെച്ച ചോറുണ്ടായിരുന്നു, ചെറുതായിട്ട് അടിച്ചു വെച്ചത് ജാറിൽ അടിച്ചു വെച്ച ചോറുണ്ടായിരുന്നു, അതിട്ടു. എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യണം ഈ വെള്ളരിക്കയുടെ നീരിൽ. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ചോറും ചെറിയ രീതിയിലൊരു ഗ്രെയിൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഗോതമ്പൊടി ആകുമ്പോഴും ചെറിയ രീതിയിലൊരു ഗ്രെയിൻസ് ഉണ്ടല്ലോ. അങ്ങനെ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അങ്ങനെ അതിന് ശേഷം ഞാനത് ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫേസിൽ ഒരു ഒരു ലെയർ പോലെ തന്നെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് നേരം. അപ്പോൾ ഇതിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി വെളുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, ജസ്റ്റ് ഒരു ഫ്രഷ്നെസ്. നമ്മൾ അത്രയും വെയിലും ചൂടും പിന്നെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് സഞ്ചരിക്കാനായിട്ട്. പിന്നെ വർക്കാണെങ്കിൽ നല്ല പ്രഷർ. പിന്നെ നമ്മുടെ വർക്കിൻ്റെ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങാണ്. അപ്പോൾ നല്ല ചൂടും വെയിലൊക്കെ ഉള്ള ഏരിയയിലാണ് അതും ഉള്ളത്. മൊത്തത്തിൽ ഒരു ചൂടായപ്പോൾ ഞാൻ വിചാരിച്ചു ആ നേരത്ത് ഇതൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ 20 മിനിറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുഖത്തുനിന്നിട്ട് കഴുകി കളഞ്ഞു. അതിനുശേഷം ഒരു കുളിയും കഴിഞ്ഞ് ഞാൻ മോളെടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വന്നിരിക്കുമ്പോൾ ആൾ കളി തുടങ്ങി. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയെടുത്ത് ജസ്റ്റ് പാസ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ പല്ലൊക്കെ വന്നിട്ടുണ്ട്. പല്ലിങ്ങനെ കുഞ്ഞ് അടിയിലിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ചെറിയൊരു ഇറിറ്റേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക്. ഇങ്ങനെ എപ്പോഴും നാവ് ഇങ്ങനെ കടിക്കാനും അവർക്കൊരു ഇച്ചിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇറിറ്റേഷൻ ഉണ്ട്.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ചെവി ചൊറിയും. ഇതേപ്പോൾ നാവിൻ്റെ കണ്ടോ, നാവ് കൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ കളികൾ. അവൾക്ക് ഈ പല്ല് വരുമ്പോഴുള്ള ഇറിറ്റേഷൻ കൊണ്ടേ അങ്ങനെ കുറേ നേരം മോളുടെ കളിയും കണ്ടിട്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ ആ ടൈമിൽ അമ്മയും ഒക്കെ കാണിക്കുന്നുണ്ട് ഉള്ളിലേക്ക് ആക്കുന്നതാവും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവൾക്ക് ഇറിറ്റേഷനായിട്ട് എന്ത് ചെയ്യാനാ, പല്ല് വരികയല്ലേ, ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മോൾക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7 മന്ത് കംപ്ലീറ്റ് ആയി. ആൾക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടോ. കാരണം മെയിൻലി ഞാൻ ഓഫീസിലൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ ഓഫീസിൽ പോകുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുന്നേ തന്നെ ആൾക്ക് സോളിഡ്, സെമി സോളിഡ് എന്നുള്ള രീതിയിലൊക്കെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിലൊക്കെ ആൾക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ കുന്നൻകായായിരുന്നു ആദ്യമായിട്ട് മോൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ രീതിയിലൊരു ഇറിറ്റേഷൻ കാണിച്ചെങ്കിലും ആൾക്ക് പിന്നീട് അത് ഫേവറേറ്റ് ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ റാഗി, അത് സ്പ്രൗട്ടഡ് റാഗി ഡ്രൈ ചെയ്ത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൗഡറാക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മോൾക്ക്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുൻപ് ഒരു ദിവസം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരുന്നു ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ചെറിയ രീതിയിൽ മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉടച്ച് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറ് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ വെജിറ്റബിൾസ്, നമ്മുടെ വെള്ളരിക്കൊക്കെ അല്ലേ, വെള്ളരിക്ക, പരിപ്പ്, തക്കാളിയൊക്കെ വേവിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പിന്നെ ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എല്ലാത്തിൻ്റെയും മെയിൻ ആളെന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അവളാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ഇങ്ങനെ ഫുഡിങ് കാര്യങ്ങളും ഒക്കെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ നാരങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളം ഉപ്പിട്ടിട്ട് കുടിച്ചപ്പോൾ ചെറുതായിട്ട് മോൾക്ക് ഇത്തിരി വായിൽ ഒഴിച്ച് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ കൊടുത്തതിൻ്റെ എക്സ്പ്രഷൻ ഞങ്ങൾ കണ്ടത്. അതിനൊക്കെ ശേഷം ഞാൻ ജസ്റ്റ് മോളെ ഒന്ന് മേലൊഴിച്ചു, കഴിച്ചിട്ട് ലോഷൻ ഇട്ട് കൊടുത്തു. ലോഷൻ ഇട്ട് കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരു ഫ്രഷ്നെസ് ഫീലും കിട്ടും. പിന്നെ കൂടാതെ ആൾക്ക് ഒരു എന്താ പറയുക, നറിഷ്മെൻറ്റ് ഫീലല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലോഷനൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിലും ആളെന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ വേർഡ്സും ലെറ്റേഴ്സും പല പല കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ പറയും. തുടക്കം മുതലേ ഇങ്ങനെ ഓരോന്നൊക്കെ ആൾ കുറച്ച് നേരത്തെ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടി ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയെന്ന് മാത്രം. അങ്ങനെ ആ ടൈമിൽ നമ്മൾ കുറച്ച് ഒരുമിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു, ഡയപ്പറൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതേ ആൾ മുട്ടിട്ടൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ എല്ലായിടത്തേക്കും മുട്ടിട്ട് കഴിഞ്ഞെത്തും. ചെറിയ രീതിയിലല്ല, നല്ല രീതിയിൽ തന്നെ മുട്ടിട്ട് കഴിഞ്ഞെത്തുന്നുണ്ട്. അപ്പോൾ റൂമിൽ അനിയത്തിയും അമ്മയും കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് അവൾ ഇഴഞ്ഞു പോവുകയാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ ക്യാമറ പിടിച്ച് ചെല്ലുന്നത് ആൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്റ്റക്കാവും, എന്നിട്ട് ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കും, അതിനുശേഷം വീണ്ടും നടക്കും. അങ്ങനെയാണ് ഇപ്പോൾ ആൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെയും ഇരുത്താൻ പറ്റില്ല, നമ്മളിങ്ങനെ പിന്നാലെ ഉണ്ടാവണം. കാരണം എപ്പോഴാണ് എവിടെ ഇടിക്കുക, എവിടെ പോയിട്ട് വീഴുക ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പായൊക്കെ വെറുതെ വിരിച്ചിടാന്ന് മാത്രം, ആളിങ്ങനെ പോകും. അപ്പോൾ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ അവർ ഫോണിൽ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ കണ്ടുകൊണ്ട് വീഡിയോസും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയും അനിയത്തിയും. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ആളിപ്പോൾ വെച്ച് പിടിക്കുന്നത്. ഇവിടെ ആളുണ്ടല്ലോ, പിന്നെ അതേപോലെ തന്നെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസൻസ് അറിഞ്ഞപ്പോഴാണ് ആൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുക. അങ്ങനെ പോയി എത്തി, അവരുടെ കട്ടിലിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടെ ഞാൻ ഇങ്ങനെ പിന്നാലെ ചെല്ലുന്നുണ്ട്. ആൾക്ക് എപ്പോഴാണ് എന്താ. അപ്പോൾ അമ്മ അവിടെ നിന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നുണ്ട് മോള്. പിന്നെ ഇടയ്ക്കും അനിയത്തിനെയും നോക്കുന്നുണ്ട്. അങ്ങനെ മാറി മാറി നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ നേരം ആളുടെ കൂടെ തന്നെയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊന്ന് ക്യാമറ സ്റ്റോപ്പാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, മോളെ കട്ടിലേക്ക് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര കളിയാണ്. എണീക്കാൻ നോക്കുന്ന ഓരോരോ പ്രയത്നമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മളെല്ലാവരുടെയും ഡിന്നറും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, മോളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്ന പരിപാടിയേ ഇല്ല. പിന്നെ കുറച്ച് നേരം കണ്ണാടി മുമ്പിലൊന്നും മിറർ സെൽഫി വീഡിയോ എടുത്തു. അത്രയേ ഉള്ളൂ. ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.